ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള വിൻഡോ ഉള്ള ബസ്സിലാണ് നമ്മളെ ലേ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത്. ഗൈസ് ഇവിടെ കണ്ണാടി വെക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ ടാക്സി എടുത്തു. फेमस हो जाएगा करके मैंने सुना है, तो मैं वो जो मेडिसिन लेके आया वो पीते रहो, मसाज के लिए रेस्ट करो, पानी पीते रहो, कुछ नहीं होगा आपको. अब अकेला है? मैं अकेला है. റെസിഡൻസിലോട്ട് പോകുന്ന റൂട്ട് വല്ലാത്തൊരു കാലാവസ്ഥ. സൺലൈറ്റ് ഭയങ്കര ഹാർഷാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എല്ലാവരോടും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്നതാണ് ലേ പാലസ്. ഇതാണ് നമ്മുടെ സ്റ്റേ. സിംഗിൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് റൂം കിട്ടിയിരിക്കുന്നത്. കാരണം ഇന്ന് മൊത്തം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വള്ളി പറയും. ഇപ്പത്തെ ചെറിയൊരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞ പോലെ വെള്ളം കൊണ്ടുവന്നു. ബാത്റൂമൊക്കെ അത്യാവശ്യം വലുതാണ്. തണുത്ത വെള്ളം വരുന്നതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഇതിന് ബാൽക്കണിയൊക്കെ ഉണ്ട്. അയ്യോ, ഒരു ലോഡ് ഹിമാലയം കിടക്കുന്നു. ഇതേ ഒരു ഹിമാലയം. വെയിലത്തോട്ടിറക്കം ചൂട്, അകത്ത് കയറുമ്പോൾ തണുപ്പ്. ഈ വ്യൂവിന് പൈസ വർത്താണ്. ഓരോട് ചോദിക്കുക ആ സിംഗിൾ ഹൗസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ളം കൊണ്ടോണ്ട് ഞാൻ ക്ഷമിച്ചു. ഇവിടുത്തെ റീഡിങ് കോർണർ ബുക്സ് എടുത്ത് നമുക്ക് ബാൽക്കണി കയറുന്ന വായിക്കാം. ഇത് ഇതിൻ്റെ ബാക്കിയാണ്. ഇത് മഞ്ഞുരുകി വരുന്ന വെള്ളം എവിടുന്നാന്ന് വെച്ചാൽ ഇവിടുന്ന്. ഏരിയ ഫുള്ള് ഭയങ്കര സൈലന്റ്. ഞാൻ പതുക്കെ സംസാരിച്ചാലും ഉറക്ക കേൾക്കാം. ഈ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഒടുക്കത്തെവിയാണ്. പശുവിൻ്റെ വിലക്ക് വരുന്നു. വലുത് പിടിച്ചാലും വലുത് പിടിച്ചാലും എടുക്കാനാണ്. ആ കാണുന്നതാണല്ലേ മാർക്കറ്റ്. ഇവിടുത്തെ കഴിഞ്ഞു.